സോ ദിസ് ഈസ് ദി ഓൾ ന്യൂ ടി വി എസ് ജൂപ്പിറ്റർ 110. വളരെയധികം ഡിസൈൻ ചേഞ്ചസ് ഈ ഒരു വാഹനത്തിൽ ടി വി എസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പുതിയ കംപ്ലീറ്റ് റീവർക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. LED ലാമ്പ്, DRLs എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ ആണെങ്കിലും വളരെ അഗ്രസീവായിട്ടുള്ള ഡിസൈൻ പറയുന്നത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റുള്ള കളർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലുള്ള ഒരു ബ്ലൂ എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിലും എൻ്റയർലി ഡിസൈൻ ചേഞ്ചസ് ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, പെറ്റൽ ഡിസ്ക് ആണ് വരുന്നത്. ആൻഡ് സൈഡ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും സീറ്റിലും വളരെയധികം ഡിസൈൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്. 2 ഹെൽമെറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ടെയിൽ ലാമ്പിലും ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുള്ളി LED ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വളരെയധികം ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ടെക് ലോഡായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് വോയിസ് അസിസ്റ്റ് വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കോൾ അലേർട്സ്, SMS, നാവിഗേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്, ചാർജിങ് പോർട്സ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഫ്യൂവൽ ലിഡ് ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. 2 ഹെൽമെറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പിന് ഒരു സ്പെഷ്യൽ ബട്ടണും വരുന്നുണ്ട്. ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹസാർഡ് ലാമ്പ് നമുക്ക് ഓൺ ആക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നിരവധി ഫീച്ചേഴ്സാണ് പുതിയ ടി വി എസ് ജൂപ്പിറ്ററിൽ ടി വി എസ് അവതരിപ്പിച്ചിരിക്കുന്നത്.